ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ മുടി മുറിക്കുന്നതായിട്ടുള്ളതൊക്കെ ആയിരുന്നു വീഡിയോ. ഇത് കീമോ ഒക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. സോ അതേ സൈഡിൽ കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതെനിക്ക് രേണുവിനുണ്ടെങ്കിൽ പണം പിരിച്ച് സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് രേണുവാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിലൊന്നും ഒരു പങ്കുമില്ല. ഇനി നിങ്ങളുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ആരെങ്കിലും ഇത് കണക്ക് പിരിക്കുന്ന കണ്ടതാണെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം പിരിക്കുന്നതാണ്, അതല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല. എനിക്കുണ്ടെങ്കിൽ ആകപ്പാടെ പൈസ കിട്ടുന്നത് ഒന്നെങ്കിൽ ഇത് കണക്ക് യൂട്യൂബിൽ കൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോ ഒക്കെ ഇടുന്നത്. അതല്ലാതെ വേറെ പിരിവോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഓരോരോ വീഡിയോസ് വെച്ച് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്ന ഒരു കാര്യമാണ് കിച്ചു വന്ന് കണ്ടോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. സോ എന്തായിരുന്നാലും രേണു പറയുന്നത് ഇതുവരെ കിച്ചു വിളിക്കുകയോ അതോടെ തന്നെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ കാര്യങ്ങൾ തനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. തനിക്കൊരു മോനുണ്ട് ഋതപ്പൻ, അത് മതി, ഇനി വേറെ ആരും വന്ന് കാണണമെന്നൊന്നും താൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പരിചയമില്ലാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ തനിക്ക് ഇതേ കണക്കത്തുള്ള അസുഖം വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ വന്ന് കാണാനും അതോടെ തന്നെ മെസ്സേജ് അയച്ച് നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് തന്നെ ധാരാളം മതി എന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.